മർക്കോസിൻ്റെ സുവിശേഷം ഇന്നത്തെ അതിൻ്റെ 4-ാമത്തെ ക്ലാസ്സാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഇന്നത്തെ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാം വചനം മുതൽ 2-ാം അധ്യായം 28 വരെ ആയിരിക്കും. നമുക്ക് ബൈബിൾ തുറക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 1-ാം അധ്യായത്തിലെ മിക്ക ഭാഗവും കൊണ്ട് തീർത്തു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരീക്ഷകൾ, അതുപോലെ തൻ്റെ ശുശ്രൂഷ, 4 ശിഷ്യന്മാരെ വിളിക്കുന്നത്, പല ഭൂതഗ്രസ്തരെയും രോഗികളെയും ഒക്കെ യേശു സൗഖ്യമാക്കുന്നത്, ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായി. വളരെ വേഗത്തിലാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ കാര്യങ്ങൾ വേഗം മുമ്പോട്ട് നടന്നു പോകുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ഇന്നത്തെ ഭാഗം എന്ന് പറയുന്ന നാം പറഞ്ഞ ആ ഭാഗത്തിൽ 2-ാം അധ്യായം മുഴുവനും ഉൾക്കൊള്ളുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം മുതൽ. അതിനെ 5ആയിട്ട് തിരിക്കാൻ കഴിയും. അതിൻ്റെ ഒരു സമ്മറി നോക്കിയാൽ 5 വിഭാഗങ്ങളായിട്ട് തിരിച്ച് നമുക്ക് പഠിക്കാം. 1, യേശു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു. 1-ാം അധ്യായം 40 മുതൽ 45 വരെ. 2-ാമത്തെ ഭാഗം ഒരു പക്ഷവാതക്കാരനായ, തളർവാദ രോഗിയായ, കിടപ്പിലായിരുന്ന മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നു. 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. 3-ാം ഭാഗം മത്തായിയെ ശിഷ്യനായി യേശു വിളിക്കുന്നു. 2-ാം അധ്യായം 13 മുതൽ 17 വരെ. 4-ാം ഭാഗം യേശു പറയുന്ന 2 ഉപമകളാണ്. 1, പഴയ വസ്ത്രം എന്നുള്ള ഉപമ. 2, തുരുത്തികളുടെ ഉപമ. പഴയ തുരുത്തി, പുതിയ തുരുത്തി. 2-ാം അധ്യായം 18 മുതൽ 22 വരെ അതാണ് നാം പഠിക്കുന്നത്. ഒടുവിലായി 5-ാം ഭാഗം എന്ന് പറയുന്നത് ശബത്തിനെ കുറിച്ചാണ്. എന്തിനാണ് ശബത്ത്? ശബത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ അത് പറയുന്നു. ശരി, നമുക്ക് 1-ാം ഭാഗം മുതൽ ആരംഭിക്കാം. ഈ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും നാം പറയുമ്പോൾ അത് വളരെ വിശദമായിട്ട് ഓരോ വാക്യങ്ങളും എടുത്ത് ഈ പഠനത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധ്യമല്ല. എങ്കിലും ആ ഭാഗം വായിച്ച് പ്രധാനപ്പെട്ട ആത്മീയ സത്യങ്ങൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന ആത്മീയ സത്യങ്ങളെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുവാൻ, ഊന്നി പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഭാഗം നമുക്ക് വായിക്കാം. 1-ാം അധ്യായം 40 മുതൽ 45 വരെ. ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, "നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും" എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. "മനസ്സുണ്ട്, ശുദ്ധമാക" എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ അമർച്ചയായി ശാസിച്ചു, "നോക്ക്, ആരോടും ഒന്നും പറയരുത്. എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിനു വേണ്ടി മോശെ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്ക" എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു. അവനോ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടക്കാൻ കഴിയായ്ക കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തു നിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. കാര്യമായ വലിയ ഒരു വിശദീകരണം ആവശ്യമില്ല. എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് നമുക്ക് വായിക്കാം, നമുക്ക് കേൾക്കാൻ സാധിക്കും. 1-ാമത്തെ കാര്യം ഈ കുഷ്ഠരോഗികളെക്കുറിച്ച് ഉള്ള കാര്യമാണ്. ലേവ്യ പുസ്തകം 13-ഉം 14-ഉം അധ്യായങ്ങൾ വായിച്ചാൽ ഈ കുഷ്ഠരോഗത്തെക്കുറിച്ചും അതിന് എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും അതിന് ശുദ്ധി വന്നാൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചും അങ്ങനെയുള്ള രോഗികളെ എങ്ങനെ പാർപ്പിക്കണമെന്നും ഉള്ള വിശദമായ വിവരങ്ങൾ അവിടെ കാണാൻ സാധിക്കും.
പൊതുവെ പറഞ്ഞാൽ കുഷ്ഠരോഗികളെ അശുദ്ധരായി കണക്കാക്കിയിരുന്നു. അവർക്ക് സാധാരണ ഇസ്രായേൽക്കാരുടെ കൂടെ വന്ന് പാർക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. പാളയത്തിന് പുറത്ത് കൂടാരങ്ങൾ അടിച്ച് അവർ പാളയത്തിന് പുറത്ത് താമസിക്കണം. അവർ ആൾതാമസമുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ നടക്കണം. കാരണം മറ്റുള്ളവർ അവരുടെ സാന്നിധ്യത്തിൽ വന്ന് അവർക്ക് രോഗം ബാധിക്കരുത് എന്നുള്ളതായിരുന്നു. ഇവിടെ 40-ാം വാക്യം നോക്കുക. ഈ മനുഷ്യൻ വളരെ വിശ്വാസമുള്ള ഒരുവനായിരുന്നു, എങ്കിലും അവനൊരു സന്ദേഹവും ഉണ്ടായിരുന്നു. അവനുള്ള വിശ്വാസം, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. അപ്പോൾ അവൻ്റെ വിശ്വാസം യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയും, അവൻ അതിനുള്ള ശക്തിയുള്ളവനാണ് എന്നുള്ള വിശ്വാസം അവനുണ്ടായിരുന്നു. എങ്കിലും അവൻ്റെ സന്ദേഹം, അവൻ്റെ സംശയം, എന്നെ യേശു പരിഗണിക്കുമോ, എന്നോട് യേശുവിന് മനസ്സുണ്ടാകുമോ, എൻ്റെ കാര്യത്തിൽ യേശു താല്പര്യം കാണിക്കുമോ, അതായിരുന്നു അവൻ്റെ സംശയം. എന്നാൽ യേശു അവൻ്റെ സംശയം വകവെക്കാതെ അവനെ ചെന്ന് തൊട്ടു. അതാണ് അവിടെ കാണുന്നത്. കൈ നീട്ടി, മനസ്സലിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകുക എന്ന് പറഞ്ഞു. കുഷ്ഠം വിട്ടുമാറി അവൻ ശുദ്ധനായി തീർന്നു, സൗഖ്യമുള്ളവനായി തീർന്നു. എന്നിട്ട് അവനോട് യേശു പറഞ്ഞു, അവനെ അമർച്ചയായി ശാസിച്ചു, നോക്കൂ, ആരോടും ഈ കാര്യം നീ ഒന്നും പറയരുത്. യേശു യേശുവിനെ തന്നെ ആളുകൾ ആക്കുന്ന കാര്യത്തിൽ യേശുവിന് അധികം താല്പര്യമുണ്ടായിരുന്നില്ല. അവനോട് പറഞ്ഞു, അവനെ അമർച്ചയായി ശാസിച്ചിട്ട് പറഞ്ഞു, നീ പഴയ നിയമത്തിന് കീഴിൽ, മോശയുടെ പ്രമാണത്തിന് കീഴിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് കുഷ്ഠരോഗികൾ സൗഖ്യമാക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നീ അനുവർത്തിക്കണം. നീ പുരോഹിതന് നിന്നെ തന്നെ കാണിക്കണം, വഴിപാട് അർപ്പിക്കണം എന്ന് പറഞ്ഞ് അവനെ വിട്ടു. എങ്കിലും അവനോട് പറഞ്ഞ കാര്യം, നീ ആരോടും ഈ കാര്യം പറയരുത് എന്നുള്ളതാണ്. ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഒന്ന്, യേശുവിന് അവനോട് മനസ്സലിവ് തോന്നി. ഹി ഹാഡ് കമ്പാഷൻ ഓൺ ഹിം. യേശുവിന് ഈ മനുഷ്യനോട് സഹതാപം തോന്നി, അവനോട് അല്പം മനസ്സലിവും അവനോട് അല്പം അനുകമ്പയും തോന്നി. അങ്ങനെയാണ് യേശു പലപ്പോഴും സൗഖ്യമാക്കുന്നതും ആളുകൾക്ക് ധാരാളം അപ്പം വിതരണം ചെയ്യുന്നതും ഒക്കെ അവരോട് മനസ്സലിവ് തോന്നിയിട്ടാണ്. കമ്പാഷനാണ് അതിൻ്റെ കാരണം. പ്രിയ സഹോദരന്മാരെ, ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്കും ഈ കാര്യം മനസ്സിൽ വയ്ക്കാൻ സാധിക്കും. എനിക്കും നിങ്ങൾക്കും മറ്റു മനുഷ്യരോട്, മറ്റുള്ളവരോട് കമ്പാഷൻ അഥവാ അനുകമ്പ അഥവാ മനസ്സലിവ് കാണിക്കുവാൻ സാധിക്കും. അത് ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നു. നാം കഠിനഹൃദയരാകാതെ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുവാൻ, കമ്പാഷനേറ്റ് ആകുവാൻ ഈ കാലങ്ങളിൽ ദൈവം നമ്മെ ഈ ഭാഗത്തൂടെ ആഹ്വാനം ചെയ്യുകയാണ്. 2-ാമത്തെ കാര്യം ഈ സംഭവത്തിൽ കാണുന്നത്, പലപ്പോഴും അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ആളുകൾ ദൈവത്തെ മറക്കുന്നു എന്നുള്ളതാണ്. അത് നാം ജാഗ്രതയായിരിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹങ്ങൾ നാം സ്വീകരിക്കുന്നു. പക്ഷേ ദൈവത്തെ മറക്കുകയും നാം അഹങ്കാരികളായി തീരുകയും നാം പൊങ്ങച്ചമുള്ളവരായി ബോസ്റ്റ് ചെയ്ത് നമ്മെ തന്നെ ഉയർത്തുന്നവരായി ചിലപ്പോഴൊക്കെ തീരാറുണ്ട്. അതിനെക്കുറിച്ച് ജാഗ്രതയായിരിക്കണം. ഇവിടെ ശ്രദ്ധിച്ചാൽ യേശു അവനോട് അമർച്ചയായി കൽപ്പിച്ചു, നീ ആരോടും പറയരുത്. എന്നാൽ അവനത് അനുസരിച്ചോ? ഇല്ല. അവനോ, 45-ാം വാക്യം, പുറപ്പെട്ട് ഈ വസ്തുത വളരെ ഘോഷിക്കാനും പ്രസംഗിക്കാനും തുടങ്ങി. അവനൊരു നല്ല ഹൃദയമുള്ളവനായിരുന്നു. എങ്കിലും യേശു പറഞ്ഞത് ഒരുപക്ഷെ അവൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ കാര്യം അനുസരിച്ചുമില്ല. നമ്മുടെ മലയാളത്തിൽ ഇതിനെ അധിക പ്രസംഗം എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. പറയാത്തത് അല്ലെങ്കിൽ പറഞ്ഞത് ചെയ്യാതിരിക്കുക, പറയാത്തത് ചെയ്യുക. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവ് പറയുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിച്ച് കേൾക്കണം, അവനെ അനുസരിക്കണം. ഇത് ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറഞ്ഞ കാര്യമാണ്. 1 ശമൂവേൽ 15-ാം അധ്യായം 22ഉം 23ഉം വാക്യങ്ങൾ നോക്കുക. 1 സാമുവേൽ 15 വേഴ്സസ് 22 and 23. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും
ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇവിടെ ശൗൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഭാഗികമായി മാത്രമേ അനുസരിച്ചുള്ളൂ. തനിക്ക് സൗകര്യമുള്ള, തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അവൻ ചെയ്തു. അതുകൊണ്ട് അവന് വലിയ പ്രശ്നമുണ്ടായി. അവൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെട്ടു. ദൈവം അവനെ തള്ളിക്കളഞ്ഞു. ഓക്കെ, ഇത് മാത്രമല്ല, മറ്റൊരു വചനം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 36-ാം വാക്യമാണ്. ഇത് ആരോടും പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചുവെങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. മാർക്ക് 7:36. ഇതുപോലെയുള്ളൊരു സിമിലറായ ഒരു കാര്യമാണ്, ഒരു സൗഖ്യത്തിൻ്റെ വിഷയമാണ്. യേശു പറഞ്ഞു, നീ ആരോടും പറയരുത്, ഈ കാര്യം നിന്നിൽ തന്നെ ഇരുന്നാൽ മതി. എങ്കിലും എത്ര അമർച്ചയായി കൽപ്പിച്ചോ അത്രയും അവൻ പോയി വിളിച്ചു പറഞ്ഞു, പ്രസിദ്ധമാക്കി. മനുഷ്യ സഹജമാണിത്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകിൽ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കാര്യമാക്കുന്നില്ല. പിന്നെ അതിനെ അനുസരിക്കാതെ തങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന ഒരു കാര്യം. ഇതിനെ അൺവൈസ് സീൽ എന്ന് വിളിക്കാം. ജ്ഞാനമില്ലാതെ ചെയ്യുന്ന വലിയ ശുഷ്കാന്തിയുള്ള പ്രവൃത്തി. അവൻ വിചാരിച്ചു, യേശു എന്നെ സൗഖ്യമാക്കി, എൻ്റെ കുഷ്ഠമൊക്കെ മാറ്റി. ഇത് 4 പേര് അറിയുന്നത് നല്ലതാണ്. അവൻ്റെ സ്വന്തം ബുദ്ധിയിൽ അവൻ പ്രവർത്തിച്ചു. യേശു പറഞ്ഞത് അവൻ അനുസരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും കർത്താവ് പറഞ്ഞത് നാം ശരിക്കും അനുസരിക്കുന്നവരാണോ, അതിനെ കാര്യമായിട്ട് എടുക്കുന്നവരാണോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, മുമ്പോട്ട് പോകാം. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് മർക്കോസ് 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. ഞാനതിനെക്കുറിച്ച് ഇപ്പോൾ വായിക്കാം. വളരെ കുറച്ച് വിശദീകരണങ്ങളെ നൽകുകയുള്ളൂ. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടവില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആര് എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് കിടക്ക, എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു കിടക്കയെടുത്ത് എല്ലാവരും കാണെ പുറപ്പെട്ടു. അത് കണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. വളരെ അത്ഭുതകരമായ ഒരു സൗഖ്യമാണ് യേശു അവിടെ കൊടുത്തത്. ഈ ഭാഗം വളരെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇവിടെയുള്ള ചില കാര്യങ്ങൾ, ഒരു 2-3 കാര്യങ്ങൾ, ആത്മീയ സത്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഈ 4 സുഹൃത്തുക്കളുടെ, ഈ മനുഷ്യൻ്റെ സുഹൃത്തുക്കളായിരിക്കാം അവരുടെ വളരെ ശക്തമായ വിശ്വാസം, ഗ്രേറ്റ് ഫെയ്ത്ത് ഓഫ് ദീസ് 4 men. വാക്യങ്ങൾ 3 മുതൽ 5 വരെ അത് വായിക്കാൻ സാധിക്കും. ഈ പക്ഷവാതക്കാരനായ കിടപ്പിലായ രോഗിയെ അവർ ചുമന്നെടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയാണ്? യേശു സൗഖ്യമാക്കാൻ കഴിവുള്ളവനാണ്, ശക്തിയുള്ളവനാണ് എന്നറിഞ്ഞുകൊണ്ട് അവനെ ചുമന്നുകൊണ്ട് വന്നു. ഇത് നമുക്ക് ഒരു നല്ല പാഠമായിരിക്കട്ടെ. ഈ 4 പേരെ പോലെ മറ്റുള്ള മനുഷ്യരുടെ, നമ്മുടെ സ്നേഹിതരുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മുടെ കൂടെയുള്ള, നമ്മുടെയൊക്കെ കൂടെ പാർക്കുന്ന അടുത്തുള്ള ആളുകളുടെയൊക്കെ അവരുടെ ആവശ്യങ്ങളെ കണ്ട് അവരോട് അനുകമ്പയോടെ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നു.
അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശു അവനെ സൗഖ്യമാക്കിയത്. എങ്കിലും അവരുടെ വിശ്വാസം വളരെ മഹത്തരമായിരുന്നു. ദൈവമേ, ഇങ്ങനെയുള്ള അനുകമ്പ കാണിക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന, അവർക്ക് വേണ്ടി സമയവുമൊക്കെ ചെലവാക്കുന്ന, മനസ്സ് വയ്ക്കുന്ന, ബുദ്ധിമുട്ട് സഹിക്കുന്ന ഒരു വിശ്വാസം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാമോ? അതിൻ്റെ ചുരുക്കം, നാം ഓരോരുത്തരും മറ്റുള്ളവരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ മനസ്സ് വയ്ക്കണം എന്നുള്ളതാണ്. അത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. ലെറ്റ്സ് ബ്രിങ് പീപ്പിൾ ടു ജീസസ്. യേശുവിനാണ് അവരെ സൗഖ്യമാക്കാൻ കഴിയുന്നത്. നമുക്ക് അത് കഴിവില്ല, എന്നാൽ യേശുവിന് അത് കഴിയും. അടുത്ത കാര്യം ഈ ഭാഗം വായിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് യേശു ദൈവമാകുന്നു എന്നുള്ള ക്രിസ്തു ശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. ജീസസ് ഈസ് ഗാഡ്. അവൻ ദൈവത്തിൻ്റെ, ത്രിയേക ദൈവത്തിൻ്റെ ആ ത്രിത്വത്തിൽ ഒരുവനായ ദൈവം തന്നെയാണ്. ഈ ഭൂമിയിൽ താൻ മനുഷ്യപുത്രനായി വന്നുവെങ്കിലും താൻ 100% ദൈവവും അതേസമയം 100% മനുഷ്യനും ആയിരുന്നു. യേശു ദൈവമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഊന്നി പറയാൻ കഴിയുന്ന കാര്യം. അതിന് 2 തെളിവുകൾ ഈ ഭാഗത്തുണ്ട്. ഒന്നാമത്തെ കാര്യം, യേശു പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. പാപങ്ങളെ ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം നമുക്കെടുക്കാം. ഐസയ 43:25, 43:25. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. ദൈവമാണ് ഇത് പറയുന്നത്. ഈ കാര്യമാണ് മനസ്സിൽ വെച്ചുകൊണ്ട് ശാസ്ത്രിമാരും പരീശന്മാരും ചിന്തിക്കുന്നത്. ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യം എന്തുകൊണ്ടാണ് ഈ സാധാരണക്കാരനായ മനുഷ്യനായ ഈ യേശു എന്തുകൊണ്ടാണ് പറയുന്നത്? അത് ദൈവദൂഷണമാണല്ലോ എന്ന് അവർ മനസ്സിൽ ചിന്തിച്ചു. അതുകൊണ്ട് ഈ 7-ാം വാക്യത്തിൽ നാം കണ്ട കാര്യം, യേശു ദൈവമാകുന്നു എന്നുള്ള സത്യം നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം 8-ാം വാക്യത്തിലാണ് കാണുന്നത്. ഈ കാര്യങ്ങൾ പരീശന്മാർ ചിന്തിച്ചപ്പോൾ ഈ യേശു ദൈവത്തിന് മാത്രമേ പാപങ്ങൾ മോചിക്കാൻ കഴിയുള്ളൂ, ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ദൈവദൂഷണമാണെന്ന് പറഞ്ഞപ്പോൾ 8-ാം വാക്യം, ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു. മറ്റൊരാളിൻ്റെ മനസ്സിലെ ചിന്ത മനസ്സിലാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിവുള്ളൂ എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കണം. നമുക്കാർക്കും ആ കഴിവില്ല. പലപ്പോഴും നാം അത് കേട്ടിട്ടുണ്ട്. അത് നാം ഉറപ്പിക്കുന്നത് നല്ലതാണ്. യേശു ദൈവപുത്രനായതുകൊണ്ടാണ് ഈ മനുഷ്യരുടെ മനസ്സിലെ ചിന്തകൾ മനസ്സിലാക്കി അവരോട് സംസാരിക്കാൻ കഴിഞ്ഞത്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് ചിന്തിച്ചു പോകാം. അതിൻ്റെ ഈ യേശു അവനെ സൗഖ്യമാക്കി, നീ എഴുന്നേറ്റ് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു. അവർ കാണുക പുറപ്പെട്ടു. യേശു സൗഖ്യമാക്കുന്ന ഓരോ സമയത്തും ഓരോ രീതിയിലാണ്. എല്ലാവരും ഒരുപോലെയല്ല. ശിഷ്യന്മാർ ചിലപ്പോൾ സൗഖ്യമാക്കിയപ്പോൾ, പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയപ്പോൾ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചതായിട്ട് കാണുന്നു. ഇവിടെ ഒന്നുമില്ല, ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, അവൻ തനിയെ എഴുന്നേറ്റു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ ആളുകളിലും ഓരോ രീതിയിലാണ് ദൈവം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു കാര്യം കൊണ്ട് നോക്കാം. ഇതിൻ്റെ അവസാനം, ഈ അത്ഭുതത്തിൻ്റെ അവസാനത്തിൽ ആളുകൾ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. 12-ാം വാക്യം, ഓൾ ഗ്ലോറി ഷുഡ് ഗോ ടു ഗാഡ്. കാര്യങ്ങളുടെ അവസാനത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളുടെയും ഒടുവിലായി ദൈവത്തിന് മഹത്വം ചെല്ലണം. നാം ആരും ആ മഹത്വം കവർന്നെടുക്കരുത് എന്നുള്ള കാര്യം നമ്മുടെ ശ്രദ്ധയിലിരിക്കട്ടെ. ഇതിൽ പല ആത്മീയ സത്യങ്ങളും നാം കാണുകയുണ്ടായി. നമുക്ക് മുമ്പോട്ട് പോകാം. 3-ാമത്തെ വിഷയം എന്ന് പറയുന്നത്, യേശു ഇവിടെ മത്തായിയെ വിളിക്കുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ പേര് ലേവി എന്നും പേരുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ ഉള്ള വാക്യങ്ങളാണ്. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അവൻ പിന്നെയും കടൽക്കര ചെന്നു. പുരുഷാരമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരെ ഉപദേശിച്ചു. പിന്നെ അവർ കടന്നു പോകുമ്പോൾ അൽഫായുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ
പന്തിയിൽ ഇരുന്നു. അവനെ അനുഗമിച്ചു വന്നവർ അനേകർ ആയിരുന്നു. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാരോട്, അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. യേശു മത്തായിയെ വിളിക്കുന്നു. മത്തായിയെക്കുറിച്ച് എന്താ നമ്മൾ കേട്ടത്? മത്തായി ഒരു ചുങ്കം പിരിവുകാരനായിരുന്നു. എന്ന് വെച്ചാൽ അയാൾ യഹൂദനായിരുന്നു, എങ്കിലും റോമൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥനും കൂടെ ആയിരുന്നു. റോമാക്കാർക്ക് വേണ്ടി അവിടെ ഗലീലയുടെ ആ കടലിന് ചുറ്റുമുള്ള ദേശത്ത് ചുങ്കം പിരിക്കുക, ടാക്സ് പിരിക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ജോലി. ഈ ചുങ്കം പിരിവുകാരെ, ടാക്സ് പിരിക്കുന്നവരെ ആ കാലത്ത് പാപികളെന്നാണ് വിളിച്ചിരുന്നത്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവർ മിക്കപ്പോഴും ആളുകളിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടതിലും അധികം പണം നികുതിയായി പിരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് തങ്ങളെ തന്നെ അവർ ധനവാന്മാരാക്കും. അങ്ങനെയാണ് സക്കായിയും മത്തായിയും ഒക്കെ ധനവാന്മാരായി തീർന്നത്. ഇവരൊക്കെ ധാരാളം പൈസ ഉള്ളവരായിരുന്നു. പക്ഷേ അന്യായമായി, അനീതിയായിട്ടാണ് പണം സമ്പാദിച്ചത്. ആ കാര്യം നാം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് സാധാരണ ജനങ്ങളും യഹൂദരുടെ ഇടയിലുള്ള നേതാക്കന്മാരും ഒക്കെയും ചുങ്കക്കാരെ നിന്ദിക്കുകയും അവരെ പാപികളെന്ന് എണ്ണുകയും അങ്ങനെ വിളിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവർ ആളുകളെ വഞ്ചിച്ചുകൊണ്ടിരുന്നു, ചീറ്റ് ചെയ്തിരുന്നു. രണ്ടാമത്, അവർ റോമൻ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു, പിന്തുണയ്ക്കുന്നവരായിരുന്നു. ഇത് രണ്ടും യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ആ കാലത്തെ ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവരെ പാപികളെന്ന് വിളിക്കുന്നതും സമൂഹത്തിൽ നിന്ന് അവർക്ക് ബഹുമാനമില്ലാതിരിക്കുന്നതും നാം കാണുന്നത്. ഇവിടെ ഈ മത്തായിയുടെ അഥവാ ലേവിയുടെ ഒരു നല്ല മാതൃക കാണാൻ സാധിക്കും. യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ അവൻ അനുഗമിച്ചു, എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. എന്ന് മാത്രമല്ല, പെട്ടെന്ന് ഈ മത്തായി തൻ്റെ വീട്ടിലൊരു വലിയ പാർട്ടി, ഒരു ഭക്ഷണം അറേഞ്ച് ചെയ്തു. തൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും, തന്നോടൊപ്പം ചുങ്കം പിരിച്ചിരുന്ന ആളുകളെയും, മറ്റു പാപികളായ നാട്ടിലുള്ള തനിക്ക് പരിചയമുള്ള എല്ലാവരെയും വിളിച്ചു. യേശുവിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് തൻ്റെ വീട്ടിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു വിരുന്ന് എല്ലാവർക്കും ഒരുക്കി. ഇതൊരു നല്ല മാതൃകയാണ്. വിരുന്നൊരുക്കി എന്നുള്ളതല്ല, സമയം ഒട്ടും കളയാതെ പെട്ടെന്ന് ആ കാര്യം ക്രമീകരിച്ചു. താൻ പെട്ടെന്ന് ഒരു സാക്ഷിയായി മാറി. He became a witness. തൻ്റെ സുഹൃത്തുക്കൾക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഉള്ള ഒരു അവസരം അവൻ ഉണ്ടാക്കി കൊടുത്തു. ഇതാ, ഈ യേശു എന്നെ വിളിച്ചു, എന്നെ വ്യത്യാസപ്പെടുത്തി എന്ന് പറയുവാൻ മത്തായിക്ക് സാധിച്ചു. 16ഉം 17ഉം വാക്യങ്ങൾ നാം കാണുന്നു, യേശു ചുങ്കക്കാരോടും പാപികളോടും അന്നത്തെ സമൂഹം എഴുതി തള്ളിയിരുന്ന ഈ മനുഷ്യരോട് കൂടെ ഭക്ഷിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തു. അതിനുള്ളൊരു മനസ്സ് യേശുവിനുണ്ടായിരുന്നു. ഈ മത്തായിയുടെ പണമൊക്കെ എവിടുന്നാണ് വന്നത് എന്നൊന്നും യേശു അങ്ങനെയൊന്നും ആലോചിക്കുകയൊന്നും ചെയ്തില്ല. യേശു അതൊക്കെ വിട്ടുകളഞ്ഞു. ചില ആളുകളെ ദൈവരാജ്യത്തിലേക്ക് നേടാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി യേശു കുറച്ച് അയഞ്ഞു കൊടുക്കുവാൻ, ഫ്ലെക്സിബിൾ ആകുവാൻ, പാപകരമല്ലാത്ത കാര്യത്തിൽ തന്നെ അയവ് കൊടുക്കുവാൻ മനസ്സുള്ളവനായിരുന്നു. യേശുവിനെക്കുറിച്ച് ഇവിടെ പറയുന്നു, അവൻ പാപികളുടെ സ്നേഹിതനായിരുന്നു. ചുങ്കക്കാരും പാപികളും ഒക്കെ വന്നുകൂടി യേശുവിൻ്റെ പ്രസംഗം കേട്ടു, അവനോടൊരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഇന്നും യേശു പാപികളുടെ സ്നേഹിതനാണ്. എന്നിട്ട് യേശു പറഞ്ഞു, ശാസ്ത്രിമാർ ചോദിച്ചു, എന്താ ഇവനിങ്ങനെ ചെയ്യുന്നത്? അവരുടെ മനസ്സിൽ അവർക്ക് സന്ദേഹമുണ്ടായി. മാത്രമല്ല, അവർ കുറ്റപ്പെടുത്തുകയാണ്, എന്താണ് ഇവനിങ്ങനെ ചെയ്യുന്നത്? ഇവൻ വലിയ പ്രസംഗമൊക്കെ ചെയ്തിട്ട് പാപികളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് നടക്കുന്നത്? They were fault finding. കുറ്റം കണ്ടുപിടിക്കുവാൻ അവർ മനസ്സ് വെച്ചു. നമ്മിൽ പലപ്പോഴും പലരും ഇങ്ങനെയാണ്. പെട്ടെന്ന് നമുക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ഉടനെ കുറ്റപ്പെടുത്തുക ആളുകൾ. അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവരെന്താ അങ്ങനെ ചെയ്തത്? എല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോഴും മനസ്സിലായി എന്ന് വരികയില്ല. ഏതായാലും കുറ്റം കണ്ടുപിടിക്കുന്നവരായി നാം ആരും തീരരുത്. നല്ല കാര്യങ്ങൾ കാണുകയും അതിനെ അഭിനന്ദിക്കുകയും മനസ്സിലാകാത്ത കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുകയും അല്ലെങ്കിൽ ആളുകളോട് ചോദിക്കുകയും ചെയ്യണം. യേശു ഇവരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു,
ദീനക്കാർക്ക് മാത്രമേ വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളൂ. നിങ്ങളൊക്കെ നീതിമാന്മാരാണ്, ആരോഗ്യമുള്ളവരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എന്നാൽ ഈ മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, ചുങ്കക്കാരും പാപികളും, അവർ രോഗികളാണെന്ന് അവർക്ക് തന്നെ അറിയാം. അവർക്ക് വൈദ്യനെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ അടുക്കൽ വന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങളെയും പാപങ്ങളെയും കുറവുകളെയും കുറിച്ച് നാം കാണുന്നവരാണെങ്കിലേ യേശുവിൻ്റെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ആളുകളോട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആവശ്യമാണ്. യേശുവിനെ ആവശ്യമുള്ള ആളുകളോട് നാം ചങ്ങാത്തം കൂടുകയും അവരെ ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞല്ലോ, ഞാൻ അനേകരെ നേടേണ്ടതിന് വേണ്ടി അനേകർക്കും ഞാൻ എന്നെ തന്നെ അങ്ങനെ വിട്ടുകൊടുത്തു. 1 കൊരിന്ത്യർ 9:19 ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെ ആയി. അതെ, ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെ ആയി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്. ചിലരെ രക്ഷിക്കുവാൻ ഞാൻ അതിനുള്ള വില കൊടുക്കുകയും അതിനുവേണ്ടി എൻ്റെ മാന്യത വിട്ടുകളഞ്ഞു എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്കതിൽ നിന്ന് ഒരു പാഠം പഠിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം. നമുക്ക് മുമ്പോട്ട് ചിന്തിച്ചു പോകാം. 4ാമത്തെ ഭാഗം എന്ന് പറയുന്നത് യേശു 2 ഉപമകൾ പറയുന്നതാണ്. വളരെ സിമ്പിളായ ഉപമകൾ. അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. മാർക്ക് 2:18 ഓൺവേർഡ്സ്. യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്കുക പതിവായിരുന്നു. അവർ വന്ന് അവനോട്, യോഹന്നാന്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല. എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും. അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. പഴയ വസ്ത്രത്തിൽ കോടി തുണിക്കണ്ടം ആരും ചേർത്ത് തുന്നാറില്ല. തുന്നിയാൽ ചേർത്ത പുതുക്കണ്ടം പഴയതിൽ നിന്നും വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെ ആകും. ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വെക്കുമാറില്ല. വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും, വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലത്രേ പകർന്ന് വെക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, യേശു 2 ദൃഷ്ടാന്തങ്ങൾ പറയുന്നു, 2 ഉപമകൾ പറയുന്നു. അതിനു മുമ്പ് 18-ാം വാക്യത്തിൽ ഉപവാസത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയുന്നു. യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്കുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാരെന്താ ഉപവസിക്കാത്തത് എന്ന് ചോദിക്കുന്നു. എന്താണ് ഉപവാസം? യേശു അവരോട് പറഞ്ഞു, ഉപവാസം എന്ന് പറയുന്നത് ശരിയായ ഉദ്ദേശത്തോടെ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി വിത്ത് റൈറ്റ് മോട്ടീവ്. ഈ പരീശന്മാരും ഒക്കെ അവർ വളരെ ഉപവാസം കഴിക്കുമായിരുന്നു. എന്നാൽ അവരുടെ ഉപവാസം മറ്റുള്ളവരെ കാണിക്കുവാനും തങ്ങളുടെ മതഭക്തിയിൽ തങ്ങൾ മുമ്പരാണെന്ന് കാണിക്കുവാനും വേണ്ടിയായിരുന്നു. എന്താണ് ഉപവാസം എന്ന് ചോദിച്ചാൽ, ഒരാള് തൻ്റെ ദൈവമുമ്പാകെയുള്ള തൻ്റെ താഴ്മയും എളിമയും തൻ്റെ പാപത്തെക്കുറിച്ചുള്ള സങ്കടവും അറിയിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പുറമേ ഉള്ള ഒരു അടയാളമാണ് ഈ ഉപവാസം എന്നുള്ളത്. ഇത് ആന്തരികമായ ഒരു ശിക്ഷണമാണ് എന്ന് പറയാൻ സാധിക്കും. ഈ ഉപവാസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഉപവാസം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് ഒന്ന് ക്ലിയർ ആക്കും. നമ്മുടെ അന്തരാത്മാവിനെ അത് വളരെ അലേർട്ടാക്കും, വളരെ ജാഗ്രതയുള്ളവരാക്കി മാറ്റും. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം കുറച്ചുകൂടെ ഒന്ന് ക്ലിയറായിട്ട് വരും. ഇതിനൊക്കെ വേണ്ടിയാണ് ഉപവാസം നടത്തുന്നത്. എന്നാൽ ഈ ശാസ്ത്രിമാരും പരീശന്മാരും അത് മനസ്സിലാക്കാതെ ആണ് ഉപവസിച്ചിരുന്നത്. എന്തിനാണ് ഉപവാസം എന്നവർ മനസ്സിലാക്കിയില്ല. അവർക്ക് ആളുകളുടെ മുൻപിൽ തങ്ങൾ ഭക്തിയുള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവർ ഉപവസിച്ചിരുന്നത്. 19-ാം വാക്യം, യേശു തന്നെ തന്നെ ഒരു മണവാളനായി ചിത്രീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ മണവാട്ടിയായിട്ടും ചിത്രീകരിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 62-ാം അധ്യായം നോക്കുക.
ഐസയ 62 അതിൻ്റെ 5-ാം വാക്യം. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. വെളിപ്പാട് 21-ാം അധ്യായം 2-ാം വാക്യം. റെവലേഷൻ 21:2. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. യേശു പറയുകയാണ്, ഞാനാണ് മണവാളൻ, എൻ്റെ ശിഷ്യന്മാർ എൻ്റെ സ്നേഹിതരാണ്, അവർക്ക് ഞാൻ കൂടെ ഉള്ളത് കൊണ്ട് ഉപവസിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ അവരെ വിട്ടുപിരിയുമ്പോൾ, അപ്പോഴാണ് എൻ്റെ സാന്നിധ്യം ഇല്ലാതെ വരുമ്പോഴാണ് അവർക്ക് ഉപവസിക്കേണ്ട ആവശ്യം. അതുകൊണ്ട് അവർ ഉപവസിക്കാത്തതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്. ഓക്കെ, ഇനി 2 ദൃഷ്ടാന്തങ്ങൾ യേശു പറഞ്ഞു. ഒന്ന് 21-ാം വാക്യം, പഴയ വസ്ത്രവും പുതിയ വസ്ത്രവും. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പുതിയ ഒരു തുണി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അത് വെള്ളത്തിൽ അലക്കിയെടുക്കുമ്പോൾ അത് ചുരുങ്ങും. എന്നാൽ ചുരുങ്ങാത്ത വസ്ത്രം ചുരുങ്ങിയ ഒരു വസ്ത്രത്തിനോട് കൂടി ചേർത്ത് തയ്ച്ചാൽ വീണ്ടും അലക്കുമ്പോൾ അത് ചീന്തിപ്പോവും. കാരണം അതിൻ്റെ തയ്യൽ ശരിയാകത്തില്ല. പുതിയ വസ്ത്രം ചുരുങ്ങുമ്പോൾ പഴയതുമായിട്ട് ചേരാതെ വരും, അത് കീറിപ്പോകും. ഒരു വല്ലാത്ത ഒരു കീറൽ അവിടെ ഉണ്ടാകും. അടുത്ത ദൃഷ്ടാന്തം തുരുത്തികളെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള തുരുത്തികളില്ല. വീഞ്ഞ് ആ നാട്ടിലെ ഒരു പാനീയമായിരുന്നു. വീഞ്ഞ് സൂക്ഷിച്ചു വെക്കാൻ തോൽ കുടങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. തോൽ ഉപയോഗിച്ച്, ആട്ടിൻ തോൽ കൊണ്ട് തയ്ച്ചുണ്ടാക്കിയ ചെറിയ കുടങ്ങളിലാണ്, ഭരണികളിലാണ് ഈ വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഈ വീഞ്ഞിനൊരു പ്രത്യേകതയുണ്ട്. പുതുവീഞ്ഞായിരിക്കുമ്പോൾ അതിന് വളരെ വീര്യമുണ്ട്, ശക്തിയുണ്ട്. അത് വളരെ വേഗം അത് എക്സ്പാൻഡ് ചെയ്യും, അത് വികസിച്ചു വരും. അതുപോലെ ഈ പുതിയ തുരുത്തി എന്ന് പറയുന്നത്, പുതിയ തോലുകൊണ്ടുണ്ടാക്കിയ തുരുത്തി, അതും വീഞ്ഞ് വികസിക്കുന്നതനുസരിച്ച് ഈ തുരുത്തിയും വലുതായിക്കൊണ്ടിരിക്കും. നമുക്ക് റബ്ബർ ബാൻഡ് അറിയാമല്ലോ. റബ്ബർ ബാൻഡ് വലിച്ചാൽ നീളും വലുതാകും. പക്ഷേ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ആ ശക്തി ഇല്ലാതെയായിട്ട് അത് വലിച്ചാൽ നീളാത്ത അവസ്ഥയിൽ വരും. പിന്നെ അതിന് വികസിക്കാൻ സാധ്യമല്ല. യേശു പറഞ്ഞു, പുതിയ തുരുത്തിയിലാണ് പുതിയ വീഞ്ഞ് ശേഖരിച്ചു വെക്കേണ്ടത്, അല്ലെങ്കിൽ വീഞ്ഞും തുരുത്തിയും നശിച്ചു പോകും. എന്താണ് യേശു ഇവിടെ പറഞ്ഞത്? യേശു പറഞ്ഞത്, യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ, തൻ്റെ ജീവൻ, അതിന് പഴയ യഹൂദന്മാരുടെ, പരീശന്മാരുടെ ആ പഴയ സിസ്റ്റത്തിൽ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. അവരുടെ നിയമങ്ങളൊക്കെ പഴയ തുരുത്തി പോലെയാണ്. അവർ വളരെ നിയമങ്ങളും ആശയങ്ങളും ഒക്കെ, പഴയ നിയമങ്ങളൊക്കെ അവർ വെച്ച് ആണ് കാര്യങ്ങൾ ചെയ്തു വന്നത്. യേശുവിൻ്റെ പഠിപ്പിക്കലുകളെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുള്ള വിശ്വാസവും അവർക്കുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങൾ കഠിനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. യേശുവിൻ്റെ ആ പുതിയ ജീവനെയും പഠിപ്പിക്കലുകളെയും സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ മനസ്സുകൾ വളരെ റിജിഡായിട്ട് തീരുവാൻ സാധ്യതയുണ്ട്. അത് നാം അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ യേശുവിൻ്റെ പുതിയ ജീവനെ, സ്വഭാവത്തെ നമ്മിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവവചനത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം അത് പ്ലയബിളായി, അത് മാർദ്ദവമുള്ളതായി, അത് വികസിക്കുവാൻ, അത് ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും കഴിയുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സ് ആയിരിക്കണം. ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, ഇതിന് മാറ്റമൊന്നും വരുത്തുവാൻ കഴിയുകയില്ല എന്ന് നാം ആരും പറയരുത്. ദൈവവചനത്തിൽ നിന്നും സത്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ അത് സ്വീകരിക്കുവാനും, ഒരുപക്ഷെ ഞാൻ മുമ്പ് മനസ്സിലാക്കിയത് ശരിയായിരുന്നില്ല, ഇപ്പോൾ ഞാൻ കാര്യങ്ങളെ വ്യക്തതയോടെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തെ, യേശുവിൻ്റെ സ്വഭാവത്തെ നാം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഒരു അനുഗ്രഹമുണ്ട്. ഓക്കെ, നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. 5-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ശബ്ബത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് യേശു പറയുന്നതാണ്. എന്താണ് ശബ്ബത്തിൻ്റെ ഉദ്ദേശം? മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതാണ് അവസാനത്തെ ഭാഗം. അവൻ ശബ്ബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വഴി നടക്കയിൽ കതിർ പറിച്ചു തുടങ്ങി.
പരീശന്മാർ അവനോട്, നോക്കൂ, ഇവർ ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു. അവൻ അവരോട്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായി വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ അബ്യാഥാർ മഹാപുരോഹിതന്റെ കാലത്ത് ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്നാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു, കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബ്ബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. അങ്ങനെ മനുഷ്യപുത്രൻ ശബ്ബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശബത്തിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് യേശു അവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എന്താണ് ശബത്ത്? അതിൻ്റെ നിയമങ്ങൾ എന്തായിരുന്നു? ഈ ശിഷ്യന്മാര് വഴിയിൽ കൂടെ കടന്നു പോയപ്പോൾ അവിടെ വിളഞ്ഞു കിടന്ന ആ വയലിൻ്റെ അരികിലുള്ള ചില കതിരുകൾ പറിച്ച് കയ്യിൽ വെച്ച് തിരുമ്മി അത് വായിലിട്ട് തിന്നുകൊണ്ട് നടന്നു. അത് പരീശന്മാർ കണ്ടപ്പോൾ ഇവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. കതിർ പറിച്ച് തിന്നത് നിയമപ്രകാരം ശരിയാണ്. കാരണം പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിളഞ്ഞു കിടക്കുന്ന വയലിൻ്റെ സൈഡിലുള്ള കതിരുകൾ വഴിയാത്രക്കാർക്ക് പറിച്ച് തിന്നാം. ആവർത്തനം 23-ാം അധ്യായം 25-ാം വാക്യം, ഡ്യൂട്രോണോമി 23:25. കൂട്ടുകാരൻ്റെ വിളഭൂമിയിൽ കൂടെ പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതിർ പറിക്കാം, എങ്കിലും കൂട്ടുകാരൻ്റെ വിളവിൽ അരിവാൾ വെക്കരുത്. നീ അത് കൊയ്തെടുക്കാൻ പാടില്ല. കൈകൊണ്ട് പറിച്ചെടുക്കാം, പക്ഷേ അരിവാൾ കൊണ്ട് കൊയ്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോകരുത്. ഇതായിരുന്നു പഴയ നിയമത്തിലെ നിയമം. വീണ്ടും ലേവ്യ പുസ്തകം 19-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളിലും നിങ്ങൾക്ക് അത് വായിക്കാൻ കഴിയും. നിങ്ങൾ വിളവ് കൊയ്യുമ്പോൾ വയലിൻ്റെ അരികെ തീർത്ത് കൊയ്യരുത്. അത് ദരിദ്രന്മാർക്കും യാത്രക്കാർക്കും പരദേശികൾക്കും ഒക്കെ വിട്ടുകൊടുത്തേക്കണം. അവർ പറിച്ച് തിന്നട്ടെ എന്നായിരുന്നു. അതൊരു കരുണയുടെ ഒരു പ്രമാണമായിരുന്നു. എന്നാൽ പരീശന്മാരാകട്ടെ ശിഷ്യന്മാർ കതിർ പറിച്ചതിനെ കൊയ്ത്തായിട്ട് അവർ ചിത്രീകരിച്ചു. അവർ കൊയ്തെടുത്തു. ശബത്ത് നാളിൽ കൊയ്യാൻ പാടില്ല. അവർ കൊയ്തു, പറിച്ചെടുത്തു, തിന്നു. കാര്യങ്ങളെ തെറ്റായി അവർ ലീഗലിസ്റ്റിക് ആയിരുന്നു. വളരെ നിയമത്തിൻ്റെ അറ്റം പിടിച്ച് കാര്യങ്ങളെ പറയുന്നവരായിരുന്നു. നാമും ചിലപ്പോൾ ലീഗലിസ്റ്റിക് ആകാറുണ്ട്. ചില നിയമങ്ങൾ മനസ്സിലിരിപ്പുണ്ട്. അത് വെച്ച് നാം കാര്യങ്ങളെ ജഡ്ജ് ചെയ്യും, വിധിക്കും, ആളുകളെ വിധിക്കും. പക്ഷേ ശരിക്കും കൃപയോടുകൂടി ആയിരിക്കുകയില്ല നാം പലപ്പോഴും ചെയ്യുന്നത്. ഇവിടെ ശബത്തിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഇവർക്ക് നഷ്ടമായി. എന്തിനാണ് ശബത്ത് എന്നുള്ള കാര്യം തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അവർ അതിൽ തെറ്റിപ്പോയത്. 23-ഉം 25 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ നാം കാണുന്നു, യേശു ശിഷ്യന്മാരെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് തൻ്റെ ശിഷ്യന്മാരെ യേശു സപ്പോർട്ട് ചെയ്തു. അവർ ചെയ്തത് തെറ്റല്ല എന്ന് പറഞ്ഞു കൊടുത്തു. 1 ശമൂവേൽ 21-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അബ്യാഥാർ പുരോഹിതന്റെ കാര്യവും ദാവീദിന്റെ കാര്യവും ഒക്കെ അവിടെ കാണാൻ സാധിക്കും. വാസ്തവത്തിൽ ശബത്ത് ദൈവം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി വെച്ചത്. എന്തിനാണ് ശബത്ത് ദൈവം കൊടുത്തത്? ആ 7-ാം ദിവസം, അതായത് ശനിയാഴ്ച ദിവസം, അവർ അവരുടെ ബദ്ധപ്പാടുള്ള ജീവിതത്തിൻ്റെ ക്രമത്തിൽ നിന്നും മാറി അവർ റെസ്റ്റ് എടുക്കണം. അന്ന് അവർ സ്വസ്ഥമായിരിക്കണം, വിശ്രമിക്കണം. മാത്രമല്ല ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും ദൈവത്തിന് ആരാധനയും മഹത്വവും ഒന്ന് കൊടുക്കുകയും വേണം. ഇതിനു വേണ്ടിയാണ് ശബത്ത് ദൈവം ക്രമീകരിച്ചത്. എന്നാൽ പരീശന്മാർ ആ ഉദ്ദേശത്തെ തെറ്റായി മനസ്സിലാക്കി. അവർ ധാരാളം നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. ശബത്തിൻ്റെ നിയമങ്ങളൊക്കെ മാത്രം ഉണ്ടാക്കിയിട്ട് ശബത്തിൻ്റെ നിയമങ്ങൾ ശബത്തിൻ്റെ സ്വസ്ഥതയെക്കാളും വലിയതാണ് എന്നവർ ചിന്തിക്കാൻ തുടങ്ങി. അതായിരുന്നു അവർക്ക് സംഭവിച്ച മിസ്റ്റേക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശബത്ത് എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ആന്തരികമായ സ്വസ്ഥതയാണ് അത് സൂചിപ്പിക്കുന്നത്. എബ്രായരുടെ ലേഖനം, എബ്രായരുടെ പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് ഒടുവിലായിട്ട് വായിക്കാം. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. There remains therefore a Sabbath rest for the people of God. ഈ പഴയ നിയമത്തിലെ 7-ാം നാൾ ശബത്ത് സ്വസ്ഥത എന്നുള്ളത്
ഇന്ന് പുതിയ നിയമകാലത്ത് ദൈവമക്കളായ നമുക്ക് ആഴ്ചയുടെ 7 ദിവസവും നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം തരാൻ പോകുന്ന ആ സ്വസ്ഥതയുള്ള ജീവിതത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവജനമായ നമുക്ക് ഒരു ശബത്ത് അനുഭവമുണ്ട്. an experience of inner rest, ആന്തരികമായ ഒരു സ്വസ്ഥതയുടെ അനുഭവം ദൈവം, പ്രിയപ്പെട്ടവരെ, നമുക്കായിട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എല്ലാ അസ്വസ്ഥതയും ഭയവും ഭീതിയും വെപ്രാളവും എല്ലാം മാറ്റി എല്ലായ്പ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആന്തരിക സ്വസ്ഥത, ഒരു സമാധാനം. എൻ്റെ ദൈവം സകലവും നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ കർത്താവ് സകലവും നല്ലതായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, അസ്വസ്ഥനാകേണ്ട ആവശ്യമില്ല എന്ന് നാം നമ്മോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയും നമ്മെ ബോധ്യമാക്കുകയും ചെയ്യണം. 28-ാം വാക്യം നോക്കുക. മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. ഇവിടെ യേശുവിൻ്റെ കർത്തൃത്വത്തെയാണ് യേശു എടുത്തു പറയുന്നത്. ഐ ആം ദ ലോർഡ് ഈവൻ ഓഫ് ദ സാബത്ത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ കർത്തൃത്വം നാം എത്രമാത്രം അംഗീകരിച്ചിട്ടുണ്ട്? അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കർത്താവെ, അവിടുന്ന് എൻ്റെ യജമാനനും കർത്താവുമാണ്. അവിടുന്ന് എന്നെ നിയന്ത്രിച്ച് നടത്തി അങ്ങയുടെ ഇഷ്ടത്തിൽ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിച്ച് മുമ്പോട്ട് വഴി നടത്തട്ടെ. ഇന്ന് പഠിച്ച കാര്യങ്ങൾ 5 കാര്യങ്ങൾ നാം പ്രത്യേകമായിട്ട് ചിന്തിച്ചു. അതിൽ പല ആത്മീയ സത്യങ്ങളും ഉണ്ട് എന്ന് നാം കേൾക്കുകയുണ്ടായി. ദൈവം നമ്മെ ഒരു സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, എന്നെയും അതിലേക്ക് നടത്തണമേ. എൻ്റെ സമസൃഷ്ടങ്ങളോട് ഒരല്പം അനുകമ്പയും കാരുണ്യവും കാണിപ്പാൻ, അവരോട് കമ്പാഷൻ കാണിക്കുവാൻ എന്നെ സഹായിക്കണമേ. 4 ആൾ പക്ഷപാതക്കാരനായ സ്നേഹിതനെ ചുമന്നുകൊണ്ട് വന്നു. ഇൻകൺവീനിയൻസ്, അസ്വസ്ഥത, അവർ ബുദ്ധിമുട്ടുകൾ സഹിച്ച് വീടിൻ്റെ മേൽപ്പുര പൊളിച്ച് താഴോട്ട് ഇറക്കി. അതത്ര ഈസിയായ കാര്യമല്ല. അതുകൊണ്ട് നാം മറ്റുള്ളവരെ സഹായിക്കാനും അനുഗ്രഹിക്കാനും മുമ്പോട്ട് വരണം. മറ്റുള്ളവരെ സഹായിപ്പാൻ, മറ്റുള്ളവർക്കോട് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ നാം ശ്രദ്ധിക്കണമെന്ന് കണ്ടു. മത്തായി യേശുവിനെ അനുഗമിച്ചു തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ യേശുവിൻ്റെ ഒരു ശിഷ്യനായി തീർന്നപ്പോൾ താൻ ഒരു സാക്ഷിയായി മാറി. മറ്റുള്ളവർക്ക് യേശുവിനെ ചൂണ്ടിക്കാണിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി. ആ കാര്യം നാമും ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കട്ടെ. പഴയ തുരുത്തി പുതിയ വീഞ്ഞിനെ സംഭരിക്കുവാൻ പര്യാപ്തമല്ല. യേശുവിൻ്റെ ജീവൻ പഴയ ഒരു മത സംവിധാനത്തിൽ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനായിട്ട് ഉറച്ച തീരുമാനത്തോടെ നമുക്ക് മുമ്പോട്ട് ജീവിക്കാം. കർത്താവിന് സ്തോത്രം.